എന്താ ആ വനിതയുടെ വോയിസ് ഇടാത്ത്? ആ വനിത സംസാരിക്കുന്ന വോയിസ് എനിക്ക് ഇങ്ങോട്ട് ഇട്ടുണ്ടാ? അത് ചോദിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ആ വനിതയുമായി നിന്നോട് പുത്തൻതാണി വരാൻ പറഞ്ഞു. എന്താ ചെയ്യാത്ത? നീ എന്റെ പേരിൽ പറഞ്ഞോണാ, അത് സത്യമായി സ്ഥാപിക്കാൻ നിന്റെ അടുത്തൊന്നുമില്ല. എല്ലില്ലാത്ത നാവുകൊണ്ട് പറയല്ലാതെ. ഇജ്ജ് ആരാ ചെടുക്കേ? ആരാ ഇജ്ജ് ഭീഷണിപ്പെടുത്തുന്നത്? ടി കെ അഷ്റഫ് പ്രസംഗിക്കൂല, ബാക്കിയുള്ള ഇങ്ങോട്ട് പ്രസംഗിക്കൂല. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദി ഉണ്ടാകുക ഇനിയാണ്. കാരണം നീ എന്ന ഇബിലീസിനെ പിടിച്ചു കെട്ടാൻ ഞങ്ങൾക്ക് കുറച്ച് വേദി ആവശ്യമുണ്ട്. എരന്ന് വാങ്ങാണ് നീ, എല്ലാം എരന്ന് വാങ്ങാണ്. ആ എരന്ന് വാങ്ങൽ നീ എരന്ന് വാങ്ങിക്കോ. അധികം ഡയലോഗ് അടിക്കണ്ട, ഒന്ന് വേഗതയിൽ നടക്കാൻ പോലും ശേഷിയില്ല എന്നുള്ള ഓർത്തോളുണ്ടോ? നല്ലോണം ഓർത്തോളുണ്ടോ? ഇത് ഞങ്ങളെ വല്ലാണ്ട് പ്രകോപിതനാക്കണ്ട, നല്ലതല്ല. പക്ഷെ ഇത് പരസ്യമായിട്ട് ചെയ്ത കേസാണ്. മുജാഹിദ് ബാലുശ്ശേരിയുടെ കേസ് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം, അന്നത്തെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം. എല്ലാവരും അന്ന് അത് സന്തോഷത്തോട് ഏറ്റെടുത്തതാണ്. കാരണം ബാലുശ്ശേരി വീട്ടിൽ പോയി റുക്കി ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഒരു പേരുണ്ടായിരുന്നു നമുക്ക്. മാത്രല്ല എന്നിട്ട് ഞാനിപ്പോ അവനെ ബോധ്യപ്പെടുത്തിയപ്പോ അവൻ കാക്കച്ചി അതൊക്കെ അത് ഭയങ്കര ഒരു ഫീലായി പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് അയാളെ എനിക്ക് വേണ്ടി അവരോട് പോയി സംസാരിച്ചതൊക്കെ ഞാൻ അറിഞ്ഞപ്പോണ്ടല്ലോ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഒരു പണ്ഡിതനല്ലേ നമുക്ക് വേണ്ടി സംസാരിച്ചു, അത് സത്യമാണെന്ന് അയാൾ പറഞ്ഞു അന്ന്. അയാൾ ഹുസൈൻ മന്നാനിയുടെ പെങ്ങള് തരണത് നിങ്ങളാണോ? പെങ്ങളല്ല, ഹുസൈൻ മന്നാനിയുടെ എല്ലാ അനിയത്തിനും അയാൾ കല്യാണം കഴിച്ചു. അങ്ങനെ പെങ്ങളുടെ ഭർത്താവ് എന്റെ അനിയനായിരുന്നു. അങ്ങനെ ഞാൻ തന്നെയാണ് വന്നതും റുക്കി ചെയ്തതും ഒക്കെ. അവിടെ തന്നെ ഇടക്ക് വിളിക്കാറുണ്ട്. ഇടക്ക് അടുത്ത കാലത്തും ഒരു സുഹൃത്തോടെ ചെന്നപ്പോഴേ വിളിച്ച് വിശേഷം ചോദിച്ചു. പിന്നെ പഴയ ആ ഒരു റുക്കിയൊക്കെ വിളിക്കാറുണ്ടോ? ഇല്ല, റുക്കി നിർത്തി ഞാൻ. അതെ അല്ല ഞാൻ ചോദിക്കണത്, അപ്പൊ അന്ന് നമ്മളവിടെ ഫസ്റ്റ് അവിടെ നമ്മള് ഹാരിസ് കാക്കുവിന്റെ വീട്ടിൽ വെച്ചിട്ടല്ലേ ഈ സ്ത്രീക്ക് അന്ന് ഞാൻ അതിന് മുമ്പ് അന്ന് ഞാൻ 3 ദിവസം അതിന് മുമ്പ് ഞാൻ ഓതിയിരുന്നത് എവിടെയാണ്? അവിടെ വെച്ചിട്ടല്ലേ ഹാരിസ്. അതെ, ഞാൻ പെട്ടെന്ന് ഗൾഫിൽ പോയി, ദുബായി പോയി. അങ്ങനെ എനിക്ക് വരാൻ പറ്റില്ല. അന്ന് എനിക്ക് ബന്ധമല്ല നിങ്ങളായിട്ട് അന്ന്. സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. കാരണം വെച്ചാൽ വോയിസ് വിട്ടത് കേട്ടായിരുന്നു ഗ്രൂപ്പില്. അന്ന് ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഹാരിസ് വിളിച്ചത്. അതാണ് പിന്നീട് എന്താ പ്രശ്നം ഹോസ്പിറ്റലിൽ പോയതാണ്. അതെന്താന്ന് വെച്ചാൽ സംഭവം എന്താ വെച്ചാൽ സിഹിർ നമ്മൾ ഇളക്കിയില്ലേ, ഇളക്കി കഴിഞ്ഞപ്പോ നമ്മള് ചെറുതായിട്ടൊരു ഇതുപോലെ വന്നു. വായന സിഹിർ നമ്മൾ ഇളക്കുന്ന അനുസരിച്ച് എന്തെങ്കിലും ഒരു അബ്നോർമൽ ആയിട്ട് വരുമല്ലോ. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് ക്ലിയർ ആയി. ബാലുശ്ശേരി എന്ന അവിടെ ചെന്നായിരുന്നു. നിങ്ങളിപ്പോ വിസ്ഡമിന്റെ സജീവ പ്രവർത്തകയായിരുന്നില്ലേ? സജീവ ഭർത്താവ് ഞാനും ഭർത്താവും അല്ല, അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു. ഞാൻ സ്ത്രീകളുടെ തന്നെ വിമൻസിന്റെ ഇതിന്റെ സെക്രട്ടറി ആയിരുന്നു. കാരണം ഇവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുമ്പോ ഈ മറ്റേ ഖുറാൻ ക്ലാസും പിന്നെ നമ്മുടെ ഖുറാൻ പരീക്ഷ ഉണ്ടല്ലോ, CHLS എക്സാമിന്റെയും ഒക്കെ ആയിട്ട്. അപ്പൊ അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ സ്ഥാനം തന്നിട്ടുണ്ട്, മണ്ഡലം കമ്മിറ്റി സ്ഥാനം. അപ്പൊ അതിനെനിക്ക് സെക്രട്ടറി സ്ഥാനമായിരുന്നു. അതിനെല്ലാവരും മുമ്പിൽ വെച്ച് തെരഞ്ഞെടുത്ത് ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുത്ത് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. ആ സ്ഥാനത്തിലാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുക അത്രയും വർഷം. അപ്പൊ അതിനുള്ളിലുള്ള കാലത്ത് തന്നെ നിങ്ങൾ ഏകദേശം തിരുവനന്തപുരം മുതൽ ഈ പറഞ്ഞ കാസർഗോഡ് വരെയുള്ള ഒരുപാട് പിന്നെ പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും വീടുകളിലൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ നമ്പറൊക്കെ കൊടുത്തത്. പക്ഷെ ഇത് പരസ്യമായിട്ട് ചെയ്ത കേസാണ്. മുജാഹിദ് ബാലുശ്ശേരിയുടെ കേസ് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം, അന്നത്തെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം. എല്ലാവരും അന്ന് അത് സന്തോഷത്തോട് ഏറ്റെടുത്തതാണ്. കാരണം ബാലുശ്ശേരി വീട്ടിൽ പോയി റുക്കി ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഒരു പേരുണ്ടായിരുന്നു നമുക്ക്. മാത്രല്ല എന്നിട്ട് ഞാനിപ്പോ അവനെ ബോധ്യപ്പെടുത്തിയപ്പോ അവൻ കാക്കച്ചി അതൊക്കെ അത് ഭയങ്കര ഒരു ഫീലായി പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് അയാളെ എനിക്ക് വേണ്ടി അവരോട് പോയി സംസാരിച്ചതൊക്കെ ഞാൻ അറിഞ്ഞപ്പോണ്ടല്ലോ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഒരു പണ്ഡിതനല്ലേ നമുക്ക് വേണ്ടി സംസാരിച്ചു, അത് സത്യമാണെന്ന് അയാൾ പറഞ്ഞു അന്ന്. അയാൾ ജിന്നെ ആദറായാലും ഇതേപോലുള്ള ഇഷ്യൂസുകളൊക്കെ അത് ഉണ്ടാവും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തില്ലേ? പിന്നെ തീർച്ചയായിട്ടും അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത്. കാരണം നിങ്ങൾ പേടിക്കേണ്ട, ഒരിക്കലും പ്രശ്നമാക്കരുത്, കാരണം ഇങ്ങനെയാണ് ചികിത്സ. കാരണം അപ്പൊ ഈ ശരീരത്തിൽ നിന്ന് ജിന്ന് പോയതുകൊണ്ട് ഇങ്ങനെ ഒരു സിംറ്റംസുകളൊക്കെ വന്നതാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട അവസ്ഥ അവിടെ വന്നത്. നിങ്ങളോട് ബാലുശ്ശേരി നേരിട്ട് സംസാരിച്ചു? എന്നോട് ഫോണിലൂടെ സംസാരിച്ചു, ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് 14 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ വീടിന് സീറുള്ള വിഷയങ്ങളൊക്കെ വിഷയമൊക്കെ ഞാൻ അവിടെ പറഞ്ഞു കൊടുത്തു. നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തി എന്നോട് പ്രത്യേകിച്ച് എഴുതി വിട്ടായിരുന്നു, ടൈപ്പ് ചെയ്ത് വോയിസും വിട്ടായിരുന്നു. അപ്പൊ ഒരിക്കലും സാജിദ് ചങ്ങാടി വോയിസ് കൊടുക്കരുത്, കാരണം ഒന്നും വിട്ടു പറയരുത്. അപ്പൊ ഞാൻ വിളിച്ച് സംസാരിക്കട്ടെ ബാലുശ്ശേരി എന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചു പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞ ആള് പറഞ്ഞു ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എന്റെ ഭർത്താവിനെ കേൾപ്പിച്ചായിരുന്നു, അതുകൊണ്ടാണ് ആൾ ഇത്ര ധൈര്യത്തിൽ നിൽക്കുന്നത്. അല്ല, ബാലുശ്ശേരിക്ക് ഇവരെ അറിയിച്ചപ്പോൾ ബാലുശ്ശേരി പറഞ്ഞു എന്റെ ഓർമ്മക്കുറവുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചല്ല, വേറെ ഒന്നും അവരോട് വിചാരിക്കുന്നു. സാജിദ് വെല്ലുവിളിച്ചപ്പോൾ